രജുഗ്ലോ അപ്പോൾ MCCD CED കറൻ്റ് ഒരു ഡേറ്റ്സ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സ് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് നോക്കുക. കാരണം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും പോയി ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നൊരു ചാൻസ് ആണിത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിങ്ങിന് നമ്മൾ MCC രണ്ടല്ല നോക്കുന്നത്. MCCയുടെ നോക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ട് 4th ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് 21 ഓഗസ്റ്റ് വരെ ടൈമുണ്ട്. 21 ഓഗസ്റ്റ് വരെ ടൈം പറയുന്നത് 21 ഓഗസ്റ്റിൽ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. ഓക്കെ, MCCയുടെ അണ്ടറത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 21 ഓഗസ്റ്റിന് വരും. കാരണം 17 ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞിരുന്നത്, പിന്നെ അത് 19 ആക്കി, ഇപ്പോൾ അത് 21 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇന്നലെ പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനാണ്, ഞാനിപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് ഓഫ് റൗണ്ട് കാണിക്കുന്നത് 31 ഓഗസ്റ്റ്. എന്ന് വെച്ചാൽ 21 നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് 22 to 31 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീസ് ചെയ്യണവരാണെങ്കിൽ ഫിസിക്കലായിട്ട് കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 21 to 31 ഉള്ളിൽ. ബാക്കി വെരിഫിക്കേഷനും കാര്യങ്ങളും നടക്കുന്നത് 1 സെപ്റ്റംബർ 2026 ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ് കൗൺസിലിംഗ് CE കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവരാണെങ്കിൽ അവരുടെ കാര്യം വരുന്ന 13 ഓഗസ്റ്റ് മുതൽ 27 ഓഗസ്റ്റ് ആണ്. അത് 27 ഓഗസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. 5 സെപ്റ്റംബർ ആയിരുന്നു വെച്ചാൽ 28 മുതൽ 5 വരെ നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം. സിയുടെ അണ്ടറിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതിലൊക്കെ പറഞ്ഞിട്ട് ഫിസിക്കൽ റിപ്പോർട്ടിംഗ് നിർബന്ധമാണ്. MCCയുടെ പോലെ ഫ്രീസിംഗ് ഫ്ലോട്ടിംഗ് ഓപ്ഷൻ എന്തിലില്ല, സിയുടെ അണ്ടറിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ സീറ്റ് കിട്ടി, നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ അപ്ഗ്രഡേഷന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെ കിട്ടിച്ചാൽ അവിടെ പോയിട്ട് ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം വരുന്നത് 27 നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ 5 വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അപ്പോൾ എവിടെ കിട്ടിച്ചാൽ അവിടെ ഫിസിക്കലായിട്ട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. സിയുടെ അണ്ടറിൽ ഫ്രീസിംഗ് ഫ്ലോട്ടിംഗ് കറൻറ്റ്ലി ഇതുവരെ വന്നിട്ടില്ല. അടുത്ത നോക്കുകയാണെങ്കിൽ വെരിഫിക്കേഷനും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്ത വെരിഫിക്കേഷനൊക്കെ നടക്കുന്നത് 6 സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ചേഞ്ചസ് വന്നിട്ട് നീറ്റ് UG ഷെഡ്യൂളിൻ്റെ കറൻറ്റ്ലി ചേഞ്ചസ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഹെൽപ്ഫുൾ ആവാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് പിന്നെ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇടാൻ നമുക്ക് അറിയാം കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ആഡ് ആവുക. ഓക്കെ.